ഡു യു ലൈക്ക് ടീ? നിങ്ങൾക്ക് ചായ ഇഷ്ടമാണോ? നിനക്ക് ചായ ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡു ആണല്ലേ യൂസ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം അത് അവൾക്ക് ചായ ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കാനാണെങ്കിലോ ഡസ് ഷീ ലൈക്ക് ടീ എന്നാണ്. സോ നമ്മളിവിടെ രണ്ട് വാക്കുകൾ ഒരേ മീനിങ് വരുന്നത് ഉപയോഗിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഞാനിവിടെ ലിസ്റ്റ് ചെയ്ത് നോക്കൂ. നമ്മൾ ഓക്സിലറി വേർബ്സ് ആയിട്ടുള്ള ഡു, ഡസ് ഇത് രണ്ടും ഉപയോഗിക്കുന്നത് ഈ സബ്ജക്ട്സിൻ്റെ കൂടെയാണ് ഡു യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഐ, യു, ദേ ആൻഡ് വി. ഈ സബ്ജക്ട്സിൻ്റെ ഒക്കെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഡു ആണ് യൂസ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഷീ, ഹി, ഇറ്റ് ഈ മൂന്ന് സബ്ജക്ട്സും യൂസ് ചെയ്യുന്നത് ഡസിൻ്റെ കൂടെയാണ്. അതുകൊണ്ടാണ് ഒരേ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കേണ്ടി വരുന്നത്. ഡു യു ലൈക്ക് ടീ? നിനക്ക് ചായ ഇഷ്ടമുണ്ടോ? അതേസമയം അവൾക്ക് ചായ ഇഷ്ടമുണ്ടോ എന്ന് വരുമ്പോൾ എന്താണ് ചോദിക്കുന്നത്? ഡസ് ഷീ ലൈക്ക് ടീ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഡു ആൻഡ് ഡസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സെൻറ്റൻസിന് ഒന്നുകൂടെ എംഫസിസ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഡു ആൻഡ് ഡസ് യൂസ് ചെയ്യാം. ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസസ് എങ്ങനെയാണ് വരിക? സോ നമ്മൾ ഈ ഒരു സെയിം എക്സാമ്പിളാണ് നോക്കുന്നത്. ഡു യു ലൈക്ക് ടീ എന്നുള്ളതാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് അല്ലേ? ഐ ലൈക്ക് ടീ എന്നതായിരിക്കും അപ്പോൾ ഇവിടെ സെൻറ്റൻസ്. ഇതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴോ ഐ ഡോണ്ട് ലൈക്ക് ടീ. ഇവിടെ ഡു എന്നുള്ളതിനെ നമ്മൾ ഡോണ്ട് ആക്കുമ്പോൾ ഇവിടെ നെഗറ്റീവായി സെൻറ്റൻസ്. ഐ ഡോണ്ട് ലൈക്ക് ടീ, എനിക്ക് ചായ ഇഷ്ടമല്ല. ഇത് ഷീ ആവുന്ന സമയത്ത് എങ്ങനെയാണ് വരാമെന്നും കൂടി നമുക്ക് നോക്കാം. അവൾക്ക് ചായ ഇഷ്ടമുണ്ടോ എന്നുള്ളതിൻ്റെ സെൻറ്റൻസ് ഇതാണ്. ഡസ് ഷീ ലൈക്ക് ടീ? അവൾക്ക് ചായ ഇഷ്ടമുണ്ടോ? അവൾക്ക് ഇഷ്ടമുണ്ട് എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഷീ ലൈക്സ് ടീ എന്ന് പറയാം. ഇനി അത് ഇഷ്ടമല്ല എന്ന് പറയാനാണെങ്കിൽ ഷീ ഡസൻറ്റ് ലൈക്ക് ടീ ആണ്. സോ നിങ്ങൾക്ക് അവിടെ യു വന്നപ്പോഴും ഷീ വന്നപ്പോഴുമുള്ള ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യു എന്ന് വന്നപ്പോൾ ഡു ആണ് വന്നിട്ടുള്ളത്. അതേസമയം ഷീ വന്ന സമയത്ത് ഡസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നെഗറ്റീവ് ആക്കുന്ന സമയത്ത് നമ്മൾ നോട്ട് ആണ് അതിനോട് കൂടെ യൂസ് ചെയ്യുന്നത്. നോട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഡസൻറ്റ് ആവും, ഡോണ്ട് ആവും. ഡു ആൻഡ് ഡസ് യൂസ് ചെയ്യുന്നത് ഓക്സിലറി വേർബ്സ് ആയിട്ടാണ്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻസിലും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു സെൻറ്റൻസിൻ്റെ എംഫസിസ് കൂട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഡു ആൻഡ് ഡസ് ഇതിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഡു, ഡസ് വരുന്നത് ഓരോ സബ്ജക്റ്റിനും അനുസരിച്ച് മാറുന്നതാണ്. ഡു വരുമ്പോൾ ഈ സബ്ജക്ട്സ് ആണ് വരുന്നത്, ഡസ് വരുമ്പോൾ ഈ സബ്ജക്ട്സ് ആണ് വരുന്നത്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ കൂടുതലും ഡു ആൻഡ് ഡസ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരുന്ന നമ്മളുടെ ഡെയിലി റുട്ടീനൊക്കെ നമുക്കൊരു എക്സാമ്പിളാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എവറി ഡേ ചെയ്യുന്ന കാര്യങ്ങൾ സെൻറ്റൻസ് വൈസ് ആയിട്ട് എഴുതുക. അതിനെ നിങ്ങൾ ക്വസ്റ്റ്യൻസിലേക്ക് ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന ഡു എന്നുള്ള കാര്യം അത് ഫസ്റ്റിൽ വരുന്ന സമയത്താണ് അതൊരു ക്വസ്റ്റ്യനായി മാറുന്നത്. അതിന് നോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അതൊരു നെഗറ്റീവായി സെൻറ്റൻസായി മാറും. നീ അവിടെ പോയോ എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എവറി ഡേ ചെയ്യുന്ന ആക്ഷൻസൊക്കെ ഡു, ഡസ് യൂസ് ചെയ്യാറുണ്ട്. ബേസ് ഫോമാണ് വേർബിൻ്റെ എന്നൊക്കെ നമ്മൾ പഠിച്ചു. അത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? നീ അവിടെ പോയോ എന്നാണ് ചോദ്യം. നമുക്ക് ഡിഡ് യൂസ് ചെയ്യാൻ പറ്റും. ഡിഡ് യു ഗോ ദേർ? നീ അവിടെ പോയോ? ഡിഡ് യു ഗോ ദേർ എന്നാണ് നമ്മളിത് ചോദ്യമായിട്ട് ഇംഗ്ലീഷിൽ ചോദിക്കുക. അത് യു എന്നുള്ള ഒരു സബ്ജക്റ്റ് ഇവിടെ വന്നതുകൊണ്ട് ഡിഡ് ആണല്ലേ. ഇനി അതിലെന്തെങ്കിലും മാറ്റം വരുമോ സബ്ജക്റ്റ് മാറുമ്പോൾ? നമുക്ക് ഷീ വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ഡിഡ് ഷീ കം ഹിയർ? അവൾ ഇവിടെ വന്നോ? ഡിഡ് ഷീ കം ഹിയർ? അവൾ ഇവിടെ വന്നോ? സോ സബ്ജക്റ്റ് മാറിയപ്പോൾ നമുക്ക് ഡിഡിൽ ഒരു മാറ്റവും കാണാൻ സാധിക്കുന്നില്ല അല്ലേ. അതിനർത്ഥം എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടെ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് അറിയാലോ? ഐ, യു, ദേ, വി, പിന്നെ ഹി, ഷീ, ഇറ്റ് എല്ലാവരുടെയും കൂടെ നമുക്ക് ഒരേ വേർഡേ യൂസ് ചെയ്യാനുള്ളൂ, ഡിഡ്. ചെയ്തോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിഡ് യൂസ് ചെയ്യാം. നിങ്ങൾക്കും ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണ്ടേ? ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഇഫ് യു ലൈക്ക് ദ വീഡിയോ.